എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അമ്മ, എന്താണെന്ന് നമുക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇന്ന് പകല് ഭയങ്കര മഴയല്ലായിരുന്നോ? അപ്പൊ 4 മണിത്തെ കാപ്പി കുടിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചു ഞാന് തട്ടിക്കൂട്ട് പലഹാരം കൊണ്ട് വന്നു. എന്താണ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്? എന്താണ്? കട്ടൻ കാപ്പിയും അതാണ് ഞാൻ ചോദിക്കുന്നത്. പേര് കട്ടൻ കാപ്പിയും തട്ടിക്കൂട്ട് പലഹാരം. അതിന്റെ പേരെന്താ? പേര് പറയൂ. ഗോതമ്പ് പൂവട എന്ന് ഞാൻ സ്വന്തം ഇതൊരുമാതിരി വേറെ പലതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കേൾക്കുമ്പോ. ഗോതമ്പ് പൂവട. പൂവട എന്താണ്? പൂവിന്റെ ഷേപ്പാന്ന് പറഞ്ഞിട്ട് ഇതൊരുമാതിരി ഷേപ്പ് ഉണ്ടാക്കിയത് പൂവായില്ല. ഇത് സത്യം പറഞ്ഞ എനിക്കെന്താ തോന്നുന്നത് അറിയോ? നമ്മുടെ പൊറോട്ട പൊറോട്ട അടിക്കുന്നതിന് മുന്നേ ചുരുട്ടി അതാണ് വിരലെ ചുരുട്ടി വെക്കൂല. അതാണ് സാധനം. കുട്ടി പൊറോട്ട ഉണ്ടാക്കിക്കോ. ഇത് ഗോതമ്പ് രൂപ ഉണ്ടെന്നേ ഉള്ളൂ. ഗോതമ്പ് കഴിച്ചിട്ട് അതില് കുറച്ച് കറുത്ത കറുത്ത കുത്തുകളായി എള്ളിട്ട് ജീരകം ഇട്ടു. ജീരകം ഉണ്ടോ? ജീരകം ഇട്ടിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് ചപ്പാത്തി കുറച്ച് അച്ചപ്പത്തിന്റെ കുറച്ച് ചപ്പാത്തിന്റെയും കുറച്ച് അവിടെ നിടുന്ന എല്ലാത്തിന്റെയും കൂടെ ഒരു 3 എണ്ണം ഉണ്ടാക്കിയിട്ട് മേലേക്ക് വെച്ചിട്ട് അതിന് ചുരുട്ടി ഈ ചപ്പാത്തി ചുരുട്ടി മടക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിനെ എന്റെ കൈ കൊണ്ട് തന്നെ ഞാനിങ്ങനെ പരത്തി. അല്ല, എന്തൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്തത്? ഗോതമ്പിന്റെ കൂടെ ഗോതമ്പ് പൊടി, ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ചപ്പാത്തിയിൽ ചുരുക്കി പറഞ്ഞ ചപ്പാത്തി മാവിനകത്ത് കുറച്ച് എള്ളിട്ട് പിന്നെ ചുരുട്ടി. അതല്ലേ തട്ടിക്കൂട്ട് പലഹാരം. തട്ടിക്കൂട്ടി ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി എന്നിട്ട് എണ്ണയിൽ കണ്ട ഇതിലെ ബേക്കറി ഐറ്റംസ് പോലെ തോന്നുന്നു. നമ്മൾ ഇതില് ബേക്കറി കട കിട്ടുമ്പോ ഇതേപോലത്തെ മടങ്ങി പഞ്ചസാരയൊക്കെ മേളിൽ നമ്മള് വീട്ടിലിട്ടത് കൊണ്ട് തന്നെ കുറച്ച് നിറത്തിനൊരിതുണ്ട്. അതല്ല, എണ്ണയിലല്ല, എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് എന്തായാലും എണ്ണയിൽ വറുത്ത് പോയതല്ല. അപ്പൊ അതിന്റേതായിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഒരു സാധനം. അപ്പൊ മനുഷ്യരാശിയിൽ ഇത് ആദ്യമായിട്ടുള്ള സാധനമാണ്. ഇന്നേ വരെ കണ്ടുപിടിച്ചു. ഇതൊരു തുടക്കമായിട്ട് മാറും. അതല്ല, കാലങ്ങൾ കഴിയുമ്പോ അമ്മയെ ആൾക്കാർ ഇതാക്കും. പൊറോട്ടയുടെ തുടക്കം നമുക്ക് അറിയില്ല എവിടെയാണ്. ചിലപ്പോ ഇതിൽ നിന്നുണ്ടാവുന്ന ഏതെങ്കിലും വലിയ സാധനം തുടക്കം ഏതാന്ന് ചോദിച്ചാൽ അമ്മേന്റെ പേരായിരിക്കും. കാലങ്ങൾ തെളിയിക്കും അമ്മയുടെ പേര്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. അതിന് മുമ്പ് കാപ്പി, ഓരോ ഗ്ലാസ് കാപ്പി. ഈ തണുപ്പത്ത് കാപ്പി കുടിക്കുമ്പോ ഭയങ്കര നല്ല മഴയല്ലേ സാധനം കട്ടിയാണ്. ഒച്ചയുണ്ട് ചെറിയ ഞാൻ പറഞ്ഞില്ലേ, എള്ളു ചോദിക്കുമ്പോ അച്ചപ്പാണ് ആദ്യം ഓർമ്മ വരുന്നത്. ഇതിനകത്ത് ഈ കട്ടിയുള്ള ഭാഗം എള്ളും കൂടെ കടിക്കുമ്പോ അച്ചപ്പാണ്. അതില് കടിയുണ്ട്. പക്ഷെ നമുക്ക് ആദ്യം അതിന് കിട്ടിയാലും വീണ്ടും നമ്മൾ കടിച്ചതാകുമ്പോ നമുക്ക് ആ ചപ്പാത്തി രുചി വരും. മൊരിഞ്ഞ ചപ്പാത്തി, നല്ല മൊരിഞ്ഞ് വരുമ്പോ അതും നെയ്യിലിട്ട് മൊരിച്ച ചപ്പാത്തിയുടെ ടേസ്റ്റ് ആയിരുന്നു. നെയ്യ് ചേർത്തിട്ടുണ്ട് അതില്. അതാണ് ടേസ്റ്റ്. കാപ്പിയിൽ മുക്കി അടിച്ചോ എങ്ങനെയുണ്ട്? നല്ല മധുരമുള്ള കാപ്പിയിലിട്ട് മുക്കി അടിച്ചോ. അമ്മ ഉണ്ടാക്കി തരുന്ന കണ്ട് സന്തോഷിക്കുന്ന ആളാ. നല്ല ഉറക്കായിരുന്നു അല്ലേ? മുഖം കണ്ടറിയാം. ഉറങ്ങി എഴുന്നേറ്റ് വന്നിരിക്കും. മഴ സമയത്ത് നമുക്ക് ഉറങ്ങാൻ തോന്നുന്നു. ഞാനൊരു മഴക്കുന്നുണ്ട്. പൊന്നുവർഷം ഉറങ്ങിയിട്ടൊന്നുമില്ല. പണിയായിരുന്നു. നിങ്ങളൊക്കെ മൃഗങ്ങളാണ്, ഞാൻ മനുഷ്യൻ. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച പല്ല് വെച്ചിട്ട് വന്നു കട്ടൻ കാപ്പി രാവിലെ. പണ്ട് എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഉറങ്ങി എഴുന്നേറ്റിട്ട് നേരം വെളുത്താന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ കറണ്ട് പുറത്തിറങ്ങി കിടന്നില്ലേ. പുറത്തിറങ്ങി കിടന്നിട്ട് എണീറ്റപ്പോ 7 മണി. നേരെ എന്നാ പിന്നെ പോയ പല്ല് സംഭവിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ അതെല്ലാവർക്കും തോന്നുന്നേ. പെട്ടെന്ന് നമ്മൾ കണ്ണുറക്കുമ്പോ രാത്രിയായിട്ട്. ഞാൻ തീരെ ചെറുപ്പം എന്നെ കൊണ്ട് ഇവരാരും പല്ലേപ്പിച്ച് എനിക്ക് ഓർമ്മ. അമ്മക്ക് ഓർമ്മ 1 സമയത്ത്
കളിപ്പിക്കാൻ ഞാൻ വലിയ അമ്മ രാവിലെ വലിയ എന്താ പറയുമ്പോ പോയി തേച്ചെന്ന് പറഞ്ഞു. ഞാൻ പോയി തേച്ചിട്ടുണ്ട്. ഇന്ന് ജോക്കിട്ട് നമുക്ക് അങ്ങനെ കളിപ്പിക്കായിരുന്നു. നേരം വെളുപ്പാന്ന് പറഞ്ഞിട്ട് നാളെ കൊടുക്കുന്ന ജോക്കിട്ട് ആ മൊരിഞ്ഞത് എടുത്ത് കഴിഞ്ഞു. മൊരിഞ്ഞത് ഇത് ഏറ്റവും രസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നല്ല കാപ്പിയിൽ മുക്കി അടിക്കുക. നല്ല മധുരമുള്ള കാപ്പിയിലല്ലേ. എനിക്ക് നേരത്തെ ഇത് വെറുതെ കഴിക്കുന്നല്ലോ, മൊരിച്ചില് പോവില്ല. കാപ്പി നോക്കുമ്പോ ടേസ്റ്റ് ഉണ്ടോ? കൃത്യമായിട്ട് പറഞ്ഞ പൊന്നം പറഞ്ഞ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ടേസ്റ്റ് ചപ്പാത്തി ആദ്യത്തെ കടിയിൽ ഇത് നമുക്ക് ഇതിന്റെ ഓർമ്മ വരും, അച്ചപ്പത്തിന്റെ ഓർമ്മ വരും. രണ്ടാമത്തെ മൂന്നാമത്തെ കടിയിൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നെയ്യിൽ മൊരിച്ചെടുത്ത ചപ്പാത്തിയാണിത്. ചപ്പാത്തി രുചി വരും. പക്ഷെ എനിക്ക് ചപ്പാത്തി ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നെയ്യില് ഇതാക്കിയിട്ട് മൊരിച്ചെടുക്കുന്ന സാധനങ്ങൾ ഇഷ്ടമായതുകൊണ്ട് എന്തായാലും ഇത് സത്യമായ ചപ്പാത്തിയല്ല, പക്ഷെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സാധനം. ഒപ്പിക്കാല്ലേ, പിള്ളേരെ പറ്റിക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിന്റെ കൂട്ടത്തില് കുറച്ച് മാറ്റി അമ്മ ഉണ്ടാക്കുന്ന പോലെ എഴുതാൻ മതി. മക്കളെ പറ്റിക്കാം. ചെറിയ പിള്ളേരെ പറ്റിക്കാന്നാണ്. അപ്പൊ നിങ്ങളെ ഞാൻ പറ്റിച്ചത് ഉദയയില് എനിക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ ആസ്വദിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എപ്പോഴും കഴിക്കുന്നില്ല, ഇടയ്ക്കൊക്കെ ഒരു വൈകുന്നേരത്തെ ഒരു ചായക്ക് വീട്ടിൽ വരുന്ന അതിഥികൾക്ക് കൊടുക്കാൻ വേണ്ടി വെറുതെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ മഴയത്തൊക്കെ ഇങ്ങനെ നമ്മളിപ്പോ ചപ്പാത്തി ഉണ്ടാക്കട്ടെ, വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കിയത് തന്നെ പ്രധാനമായിട്ട് അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ടാണ്. രാത്രി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കൊടുത്തു വെച്ചു. അപ്പൊ അതിൽ നിന്ന് ഐഡിയ തോന്നിയപ്പോ അമ്മ കുറച്ച് മാറ്റിയിട്ട് ശ്രമിച്ചു നോക്കിയതാണ്. അപ്പൊ ഇതിന്റെ പേറ്റന്റ് നമ്മൾ എടുക്കുന്നതായിരിക്കും അമ്മയുടെ ഇതില്. അതായത് ആർക്കും വിട്ടുവരില്ല ഇതിന്റെ സാധനം, ഇതിന്റെ രുചിയും നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്യുന്നതായിരിക്കും. ആരൊക്കെ ഉണ്ടാക്കിയോ അവർക്കെല്ലാം ഇതിലെല്ലാം കേസ് വരുന്നതായിരിക്കും. അയ്യോ നല്ല രുചിയുണ്ട് കഴിക്കാം. അമ്മ കഴിച്ചോക്കെ അമ്മ എന്താ കഴിക്കാത്ത അറിയില്ല. കൊറേ ഇത് കഴിക്കുമ്പോ ഇതിന്റെ ഉള്ളിലെ വെന്ത ഭാഗം ഉണ്ടല്ലോ, മുരിയാത്തത് വെന്ത്, അത് കഴിക്കുമ്പോ എനിക്ക് തേങ്ങാപ്പീരയുടെ ഒക്കെ ഒരു രുചി വരുന്നില്ല. എനിക്ക് ചിലപ്പോ ഗോതമ്പിന്റെ ടേസ്റ്റ് ഇങ്ങനെ വരുന്നത് നെയ്യും കൂടെ ചേർന്ന് തോന്നുന്നതായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. തേങ്ങ നെയ്യിൽ വറുത്തിട്ട് ശർക്കര അങ്ങനെ എന്തെങ്കിലും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നമ്മൾ ഇത് ചെയ്യില്ലേ, ഏതാ കോഴിക്കോട്ട് ഉണ്ടാക്കില്ലേ, അതുപോലെ കോഴിക്കോട്ടെ പറയാ അല്ല അതും കൂടി ഇതിലിടുക. ചപ്പാത്തി അല്ല, ഈ നമ്മള് ഈ ചപ്പാത്തി ഇങ്ങനെ ഓരോന്ന് മേലേക്കല്ലേ വെച്ചത്. അപ്പൊ ഓരോന്നിന്റെ മേളിൽ അത് കുറച്ചിടുക. മനസ്സിലായോ? 2-3 ചപ്പാത്തി ഇങ്ങനെ വെച്ചിട്ട് മടക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ വേറെ ടേസ്റ്റ് ആയിരിക്കും. അതിന്റെ ഇടയിലിടയില് അമ്മ ഉദ്ദേശിക്കുന്ന മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ പറാട്ട എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടാക്കുന്ന ആ രീതി, ആലു പറാട്ട എന്നൊക്കെ പറയുന്ന സാധനം ഇതേപോലെ തന്നെ അതിന്റെ മേലെ ഇട്ട് ഇങ്ങനെ മടക്കി ഉരുട്ടി പിന്നെ അതിനകത്ത് ഇതാക്കി. അതല്ല ഞാൻ പറഞ്ഞേ, ഇത് നമ്മളിപ്പോ ഞാനിങ്ങനെ റോൾ ചെയ്തില്ലേ, അപ്പൊ ഒരു ചപ്പാത്തി വെച്ചിട്ട് അതിന്റെ മേളിൽ ഇതിടുക, ഈ ശർക്കരയും തേങ്ങയൊക്കെ അതിന്റെ ആ കൂട്ട്, പിന്നെ അതിന്റെ മേളിൽ ഒരു ചപ്പാത്തി അതിന്റെ മേളിൽ ഇടുക, അങ്ങനെ രണ്ടും. എന്നിട്ട് അതിന് റോൾ ചെയ്യുക, റോൾ ചെയ്തിട്ട് മുറിക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ എല്ലാം കിട്ടും. അമ്മ അടുത്തോട്ട് അത് എന്നിട്ട് ചുട്ടെടുക്കുക. എന്താ പേര് പൂദോശ എന്തായിരുന്നു ഇത്? അത് ശരിയാണ്. അതെന്തായിരുന്നു പേരെന്താ? പൂവടിയോ? പേര് കേൾക്കുമ്പോ ഒരു ലക്ഷണക്കേടുണ്ടെങ്കിലും സാധനം നെയ്യിലിട്ട് വറുത്തതൊക്കെയാണ്, മധുരമുണ്ട്. അപ്പോ അമിതമായി ഉണ്ടാക്കിയതാക്കാതെ ഒരു വട്ടം ശ്രമിച്ചു. എനിക്ക് പറഞ്ഞ ഒരു പലഹാരമാണ് സാധനം. അതെ, എന്ന് വെച്ച് എപ്പോഴും സ്ഥിരമാക്കരുത് അല്ലേ? എന്നും കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. മധുരം ഇതല്ലേ എല്ലാത്തിനും. അച്ചപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ വല്ലപ്പോഴും ഇടയ്ക്ക്. ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള മെയിൻ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി ഇഷ്ടമുള്ള ആരാണോ അവർക്ക് ഭയങ്കര ഇഷ്ടം. പിള്ളേരെ പറ്റിക്കാറുണ്ട്. പിള്ളേരെ പറ്റിക്കാൻ എന്റെ മനസ്സിലാകുന്നു. അത് പിന്നെ കുറച്ച് മൊരിയണം, മനസ്സിലാകുന്നു. മൊത്തത്തിൽ ഇത് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഇപ്പത്തെ ഇതിന്റെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് പകുതി ഉള്ളു വേണ്ടിട്ട് മേൽഭാഗം മൊരിഞ്ഞു കഴിക്കുന്നത്. ചപ്പാത്തി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇതായിട്ടില്ല, മുഴുവൻ സെറ്റ് ആയിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ ആണ്. അപ്പോ അമ്മയുടെ അഭിപ്രായത്തിൽ നല്ല മഴയത്ത്
നല്ല ചൂട് കട്ടൻ കാപ്പിയുടെ കഴിക്കാന്നാണ് അമ്മ പറയുന്നത്. അമ്മ അത് ഉദ്ദേശിച്ചുണ്ടാക്കിയ ഒരു പ്രത്യേക ദിവസം പലഹാരമാണ്. ഫാമിലി ആയിട്ടിരുന്ന് ഇതേപോലെ ഒരു കട്ടൻ കാപ്പി കുടിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞത് മഴ പെയ്യുന്ന സമയത്ത് നല്ല ആസ്വദിച്ച് ഇതേപോലെ കഴിവോ രസിക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടം എല്ലാവർക്കും ശ്രമിച്ചു നോക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും. അപ്പൊ ഇതേപോലത്തെ വീണ്ടും പുതിയ പലഹാരങ്ങളോ അല്ലെങ്കിൽ പുതിയ ഭക്ഷണങ്ങളോ ആയിട്ട് തട്ടിക്കൂട്ട് വിഭവങ്ങളുമായിട്ട് നമ്മള് അമ്മയും ഞങ്ങളും വരുന്നതായിരിക്കും. വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ വണക്കം. ബൈ.